ഹലോ, ഗുഡ് മോർണിംഗ്. ഫെലിക്സിൻ്റെയും അന്റോണിയുടെയും ഫൈറ്റ് വളരെ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രംഗം അല്ലേ. ഞാൻ അവസാനം വായിച്ച പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കാം. In a fog, Felix heard the roaring of the crowd who seemed to have gone insane. His head cleared to hear the bell sound at the end of the round. His trainer sat him down on the stool. In his corner, Antonio was doing what all fighters do when they are hurt. They sit and smile at everyone. ഇതാണ് അവസാനിപ്പിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം രണ്ടാളുകളും മാറി മാറി നന്നായി അടിക്കുന്നുണ്ട്. സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. ഇനി തേർഡ് റൗണ്ടിൻ്റെ മുമ്പായിട്ട് അന്റോണിയോ ഫെലിക്സിനെ നന്നായിട്ട് ഇടിച്ചു. അതുപോലെ ഫെലിക്സ് ഇങ്ങോട്ടും ഇടിച്ചു. ഓക്കെ, അന്റോണിയോ അവസാനം വേദന കാരണം ഒരു മൂലയിൽ അവൻ്റെ കോർണറിൽ പോയിട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ക്ലിയർ. ഫെലിക്സിനാവട്ടെ പിന്നെ ഭയങ്കരമായിട്ട് തലയിൽ വലിയൊരു കനം വന്ന പോലെ ഇങ്ങനെയൊക്കെ ആണ് അവസാനിപ്പിച്ചത്. അപ്പോൾ രണ്ടുപേർക്കും അത്യാവശ്യം എന്തോ സംഭവിച്ചു എന്ന് തോന്നിയപ്പോൾ ദ റഫറി സിഗ്നൽ റിംഗ് ഡോക്ടർ ടു ചെക്ക് ദ ഫൈറ്റേഴ്സ് ഔട്ട്. ദ റഫറി സിഗ്നൽ കൊടുത്തു. ദ റിംഗ് ഡോക്ടർ, ഈ റിങ്ങിലൊരു ഡോക്ടർ ഉണ്ടാകും. ഈ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന ഇവിടെ ഈ ഒരു റിങ്സിൽ ഒരു ഡോക്ടർ ഉണ്ടാകും. ആ ഡോക്ടർക്ക് സിഗ്നൽ കൊടുത്തു ടു ചെക്ക് ദ ഫൈറ്റേഴ്സ് ഔട്ട്, ഈ പറയുന്ന ഫൈറ്റേഴ്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി ഡിഡ് സോ, അങ്ങനെ ഈ ഡോക്ടർ വന്നിട്ട് ഹി ഡിഡ് സോ, അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പരിശോധിച്ചു. ആൻഡ് ദെൻ ഗേവ് ഹിസ് ഓക്കെ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ ആണെന്ന് അറിയിച്ചു. ദ കോൾഡ് വാട്ടർ സ്പോഞ്ചസ് ബ്രോട്ട് ക്ലാരിറ്റി ടു ബോത്ത് അമിഗോ ബ്രദേഴ്സ്. മാത്രമല്ല ദ കോൾഡ് വാട്ടർ സ്പോഞ്ചസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വരെ മേലിലൂടെയൊക്കെ ഇങ്ങനെ സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ഉറക്കുന്നത് അല്ലേ ഫൈറ്റേഴ്സിൻ്റെ കാര്യം. അത് തണുത്ത വെള്ളം കൊണ്ടുള്ള സ്പോഞ്ചാണ്. ആ സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ഇവരിങ്ങനെ റബ്ബ് ചെയ്തപ്പം ആ സ്പോഞ്ചസ് എന്ത് ചെയ്തു, ബ്രോട്ട് കൊണ്ടുവന്നു ക്ലാരിറ്റി, ഒരു വ്യക്തത, ടു ബോത്ത് അമിഗോ ബ്രദേഴ്സ്, രണ്ടാളുകൾക്കും ഒരു വ്യക്തത കൊണ്ടുവന്നു. അതായത് ഇതുവരെ ഇവർക്ക് എന്താ സംഭവിക്കേണ്ട ഐഡിയ ഇല്ല, നല്ല തല്ല് കിട്ടിയിട്ട് ആകെ കിളി പോയിക്കുക രണ്ടാളും. അപ്പോൾ ഒരു സെൻസ് ഇല്ല, ഒരു ബോധത്തിലല്ല ഇവർ രണ്ടാളുള്ളത്. പക്ഷേങ്കിൽ ആ തണുത്ത വെള്ളം കൊണ്ട് സ്പോഞ്ച് മുക്കിയ, തണുത്ത വെള്ളത്തിൽ മുക്കിയ സ്പോഞ്ച് കൊണ്ടൊന്ന് റബ്ബ് ചെയ്തപ്പം അവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങി. ബ്രോട്ട് ക്ലാരിറ്റി ടു ബോത്ത് അമിഗോ ബ്രദേഴ്സ്, രണ്ടു പേർക്കും വ്യക്തത കൊണ്ടുവന്നു. ദേ വർ റബ്ഡ്, അവരെ ഉരച്ചു. അണ്ടിൽ ദെയർ സർക്കുലേഷൻ റാൻ ഫ്രീ, അവരുടെ സർക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് രക്തത്തിൻ്റെ ഒഴുക്ക് അല്ലേ, ബ്ലഡ് സർക്കുലേഷൻ റാൻ ഫ്രീ, സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നവരെ അവരെ ഇങ്ങനെ തണുത്ത വെള്ളം കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു. അപ്പം അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനൊന്നും സമ്മതിക്കാതെ അവരുടെ എവിടെയെങ്കിലുമൊക്കെ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ഭാഗത്തൊക്കെ നല്ല തണുത്ത വെള്ളം കൊണ്ട് ഇവർ സഹായികൾ ഇങ്ങനെ ഉരച്ചൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ്. കാരണം ഇനി മൂന്നാമത്തെ റൗണ്ട് കൂടെ ഉണ്ട് അല്ലേ, ആ റൗണ്ടിലാണ് വിജയെ പ്രഖ്യാപിക്കുക. ബോങ്, റൗണ്ട് 3, ദ ഫൈനൽ റൗണ്ട്. വീണ്ടും ബെല്ലടിച്ചു, ഫൈനൽ റൗണ്ടാണ്. അപ് ടു നൗ ഇറ്റ് ഹാഡ് ബീൻ ടിക് ടാക് ടോ. അപ് ടു നൗ, ഇതുവരെ ഇറ്റ് ഹാഡ് ബീൻ ടിക് ടാക് ടോ. ഇത്രയും സമയം ഈ ഒരു ഗെയിം ഒരു ടിക് ടാക് ടോ ആയിരുന്നു. ടിക് ടാക് ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂജ്യം വെട്ടി ഗെയിമൊക്കെ ഇല്ലേ, അതിനാണ് ടിക് ടാക് ടോ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാൾ വെട്ടും, പിന്നെ അടുത്ത ആൾ വെട്ടുക, പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വെട്ടുന്നതിനാണ് ടിക് ടാക് ടോ എന്ന് പറഞ്ഞ ഗെയിം അല്ലേ. ഇതുപോലെയായിരുന്നു ഇവരുടെ ഗെയിം. ഒരാൾ ഇടിക്കുന്നു, മറ്റാൾ തിരിച്ചിടിക്കുന്നു, അങ്ങോട്ടിടിക്കുന്നു, തിരിച്ച് വാങ്ങുന്നു, ഇങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തുമായിരുന്നു ഇത്രയും നേരം ഇവരുടെ ഗെയിം ഉണ്ടായിരുന്നത്. ദെൻ ബട്ട് എവ്രി വൺ ന്യൂ, അപ്പോൾ ഇത് സമനിലയാണ് ഇത്രയും സമയം. പക്ഷേങ്കിൽ എല്ലാവർക്കും അറിയാം there could be no draw, ഈ മത്സരത്തിൽ എന്തുണ്ടാവില്ല, ഡ്രോ, സമനില ഉണ്ടാവില്ല. ആൻഡ് ദാറ്റ് ദിസ് റൗണ്ട് വുഡ് ഡിസൈഡ് ദ വിന്നർ, ഈ ഒരു റൗണ്ടിൽ, മൂന്നാമത്തെ റൗണ്ടിൽ വുഡ് ഡിസൈഡ് ദ വിന്നർ, ആരെ തീരുമാനിക്കും, വിജയെ തീരുമാനിക്കുന്ന റൗണ്ടാണ്. അപ്പം ഇത്രയും നേരം ഇവർ സമനിലയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ കൊടുക്കുന്നു, പിന്നെ വാങ്ങിക്കുന്നു, കൊടുക്കുന്നു, വാങ്ങിക്കുന്നു, അങ്ങനെ കൊടുത്തും വാങ്ങിച്ചുമാണ് കളിച്ചതെങ്കിൽ, ഫൈറ്റ് ചെയ്തെങ്കിൽ, ഇനി ഈ ഒരു റൗണ്ടോട് കൂടി ഇതിലൊരു വിജയെ തീരുമാനിക്കും. ഈ ഒരു കളിയിൽ എന്തില്ല, ഫൈനൽ ആയതുകൊണ്ട് തന്നെ
ഈ ഒരു കളിയിൽ ഡ്രോ ഇല്ല, സമനിലകളില്ല. ഓക്കെ, പിന്നെയാ സോറി ദിസ് ടൈം ടു ഫെലിക്സ് സർപ്രൈസ്. ഈ സമയം, അതായത് മൂന്നാം റൗണ്ടിൽ ഫെലിക്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇറ്റ് വാസ് അന്റോണിയോ ഹു കെയിം ഔട്ട് ഫാസ്റ്റ്. ഇപ്രാവശ്യം നേരത്തെയൊക്കെ ഫെലിക്സ് ആയിരുന്നു അല്ലേ, തുടക്കത്തിൽ ആവേശം കൂട്ടി ഇടിക്കാൻ വന്ന ഫെലിക്സ് ആയിരുന്നു. പക്ഷേ ഫെലിക്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്രാവശ്യം ആരാണ്? അന്റോണിയോ ആണ് കെയിം ഔട്ട് ഫാസ്റ്റ്, വേഗത്തിൽ ഇപ്രാവശ്യം വന്നത്. ഫെലിക്സ് പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം സാധാരണ ഫെലിക്സ് ആണ് വരിക. മാത്രമല്ല അന്റോണിയോക്ക് കഴിഞ്ഞ റൗണ്ട് അവസാനിക്കുമ്പോൾ നല്ലൊരു അടി കിട്ടിയതാണ്. അപ്പം അന്റോണിയോക്ക് എന്തായാലും തിരിച്ചു കൊടുക്കണം എന്നുള്ള വല്ല ആവേശമുണ്ട്. അതുതന്നെയായിരുന്നു ഫെലിക്സിന് പ്രശ്നം. ആദ്യം നിന്ന് കിട്ടിയപ്പം തിരിച്ചു കൊടുക്കാനുള്ള ആവേശമായിരുന്നു അതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇവൻ എന്ത് ചെയ്തു? ഫെലിക്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്റോണിയോ കുതിച്ചു. ചാർജിങ് അക്രോസ് ദ റിംഗ്, റിങ്ങിൻ്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കുതിച്ചു വരുന്നു. ഫെലിക്സ് ബ്രേസ്ഡ് ഹിംസെൽഫ്. ആ സമയത്ത് ഫെലിക്സ് എന്ത് ചെയ്തു? ബ്രേസ്ഡ് ഹിംസെൽഫ്, അവനെ തന്നെ ചേർത്ത് പിടിച്ചു. നിങ്ങൾ കണ്ടില്ല, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു, ഫൈറ്റ് ചെയ്യുമ്പോൾ അടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടി കൈകൾ കൊണ്ട് അവരുടെ മുഖമൊക്കെ അവരെന്നെ മറക്കും. അതുപോലെ ഹി ബ്രേസ്ഡ് ഹിംസെൽഫ്, അവനെ തന്നെ മുഖം ചേർത്ത് പിടിച്ചു. ബട്ട് കുഡിൻറ്റ് വാർഡ്, പക്ഷേ ആ ചേർത്ത് പിടിക്കലോടുകൂടി കുഡിൻറ്റ് വാർഡ് ഓഫ് ദ ബാരേജ് ഓഫ് പഞ്ചസ്. കുഡിൻറ്റ് വാർഡ് ഓഫ് എന്ന് പറഞ്ഞാൽ തടയാൻ സാധിച്ചില്ല. ദ ബാരേജ് ഓഫ് പഞ്ചസ്, ഈ ഇടിയുടെ ബാരേജ്, അണക്കെട്ട്, അതായത് അന്റോണിയുടെ അടുത്ത് വരുന്ന ഇടിയുടെ അണക്കെട്ട് കൊണ്ട് അവൻ ഈ കെട്ടിപ്പിടുത്ത, അല്ലെങ്കിൽ അവൻ്റെ ഈ സംരക്ഷണ കവചമൊന്നും മതിയാവാതെ വന്നു. ഫെലിക്സ് അവനെ തന്നെ എന്ത് ചെയ്തു? ഒന്ന് ചേർത്ത് പിടിച്ചു ഇടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷെങ്കിൽ അന്റോണിയോയുടെ കയ്യിൽ നിന്ന് വരുന്ന ഇടിയുടെ അണക്കെട്ട് ഇവനെ കൊണ്ട് തടയാൻ സാധിച്ചില്ല. ഫെലിക്സ് ടാപ്ഡ് ഹിസ് ഗ്ലൗസ്. അപ്പം ഫെലിക്സിന് തോന്നി, ഇങ്ങനെ മൂടി പിടിച്ച് തന്നാൽ എന്നെ കവചമാക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്ക് അടി കിട്ടിയുള്ളൂ, തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഫെലിക്സ് എന്ത് ചെയ്തു? ടാപ്ഡ് ഹിസ് ഗ്ലൗസ്, അവൻ്റെ ഗ്ലൗസുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചു. ആൻഡ് കമൻസ്ഡ് എന്നാൽ സ്റ്റാർട്ടഡ്, അവൻ ആരംഭിച്ചു ഹിസ് അറ്റാക്ക് പുതിയൊരു അറ്റാക്ക് ആരംഭിച്ചു. ക്ലിയർ. അന്റോണിയോ ത്രോയിങ് ബോക്സേഴ്സ് കോഷൻ ടു ദ വിൻസ്. അന്റോണിയോ ത്രോയിങ് ബോക്സേഴ്സ് കോഷൻ. അന്റോണിയോ ബോക്സേഴ്സിൻ്റെ, അതായത് ഫൈറ്റേഴ്സിൻ്റെ കോഷൻസ്, കരുതൽ എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞു ടു ദ വിൻസ്, കാറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. അതായത് ബോക്സേഴ്സ്, ഇടിക്കുന്ന ആളുകൾ കരുതേണ്ട കുറച്ച് കരുതലുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, തലയുടെ ബാക്ക് സൈഡിൽ, അതുപോലെ മിഡ് സെക്ഷൻ കഴിഞ്ഞ് താഴോട്ടുള്ള സെക്ഷനിൽ, ഇത്തരം ഭാഗങ്ങളിലൊന്നും ഇടിക്കാൻ പാടില്ല. പിന്നെ ഓപ്പോണൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കണം ഇടിക്കേണ്ടത്. തുടങ്ങിയ കുറേ കോഷൻസ്, കുറേ കരുതലുകളുണ്ട്. പക്ഷെ അന്റോണിയോ ത്രോയിങ് ബോക്സേഴ്സ് കോഷൻ, അന്റോണിയോ ഈ പറയുന്ന ബോക്സേഴ്സിൻ്റെ, ഇടിക്കാരുടെ കരുതലുകളൊക്കെ വലിച്ചെറിഞ്ഞു ടു ദ വിൻസ്, കാറ്റിലേക്ക് പറത്തി വിട്ടു. എന്ന് പറഞ്ഞാൽ അതൊന്നും പാലിക്കാതെ ജംപ്ഡ് ഇൻ ടു മീറ്റ് ഹിം, അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഫെലിക്സിനെ ഇടിക്കാൻ വേണ്ടി ചാടി. ബോത്ത് പൗണ്ടഡ് അവേ, രണ്ടാളുകളും ഇപ്പം നന്നായിട്ട് പൗണ്ട് ചെയ്യാൻ തുടങ്ങി, ഇടിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇത് ഫൈനൽ റൗണ്ടാണ്. ആരെങ്കിലും ഒരാൾ വിജയിക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാളും പരസ്പരം നന്നായി ഇടിക്കാൻ തുടങ്ങി. നീദർ ഗേവ് ആൻ ഇഞ്ച് ഓർ നീദർ ഫെൽ ടു ദ ക്യാൻവാസ്. നീദർ ഗേവ് ആൻ ഇഞ്ച്, ഒരു ഇഞ്ച് പോലും കൊടുക്കുന്നില്ല, ഒരു ഗ്യാപ്പ് പോലും കൊടുക്കുന്നില്ല. നീദർ ഫെൽ ടു ദ ക്യാൻവാസ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ക്യാൻവാസിലേക്ക് വീഴുക. ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ അടിയിൽ വിരിച്ചിരിക്കുന്ന ആ ഒരു പ്രതലം, പ്ലാറ്റ്ഫോം, അതിലേക്ക് വീഴണമില്ല. അപ്പോൾ രണ്ടാളും വിട്ടുകൊടുക്കുന്നില്ല, പരസ്പരം ഭയങ്കര അടിയാണ്. ദ ഫോട്ട് ടോട്ട് ടു ടോ എന്ന് പറഞ്ഞാൽ ഈച്ച് അതർ, രണ്ടാളും പരസ്പരം നന്നായി ഫൈറ്റ് ചെയ്ത് ഇടിച്ചു. The sounds of their blows were loud in contrast to the silence of the crowd gone completely mute. The sound of their blows, അവരിടിക്കുന്ന ഇടിയുടെ ശബ്ദം ഉണ്ടല്ലോ, were loud, അത് ഉച്ചത്തിലുള്ളതായിരുന്നു. ഇൻ കോൺട്രാസ്റ്റ് ടു, വിപരീതമായിട്ട് എന്തിന്? ദ സൈലൻസ് ഓഫ് ദ ക്രൗഡ്,
ഈ ജനക്കൂട്ടത്തിൻ്റെ സൈലൻസിന് വിപരീതമായി. എന്ന് പറഞ്ഞാൽ ഈ അവസാന റൗണ്ടായപ്പോൾ ഇവരുടെ ഇടി കണ്ട് ജനക്കൂട്ടം മുഴുവൻ, ആളുകൾ മുഴുവൻ സൈലൻ്റാണ്, മിണ്ടാണ്ടിരുന്ന് കാണുകയാണ്, ഒക്കെ മുൾമുനയിൽ നിൽക്കുകയാണ്. അപ്പം ഈ മുൾമുനയിൽ നിൽക്കുമ്പം സൈലൻ്റ് ആയതുകൊണ്ട് ഇവരുടെ ഇടിയുടെ ശബ്ദം ആളുകൾക്ക് മുഴുവൻ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ദ സൗണ്ട് ഓഫ് ദെയർ ബ്ലോസ് വെർ ലൗഡ്. അവരുടെ ഇടിയുടെ ശബ്ദം വളരെ കൂടുതലായിരുന്നു. ഇൻ കോൺട്രാസ്റ്റ് ടു ദ സൈലൻസ് ഓഫ് ദ ക്രൗഡ് ഗോൺ കംപ്ലീറ്റ്ലി മ്യൂട്ട്. എന്തിന് വിപരീതമായിട്ട്? ആൾക്കൂട്ടത്തിൻ്റെ നിശബ്ദതയ്ക്ക് വിപരീതമായി അവരുടെ ഇടിയുടെ ശബ്ദം ഇങ്ങനെ മുഴങ്ങാൻ തുടങ്ങി. മാത്രമല്ല ഈ ആളുകൾ എന്ന് പറയുന്നത് ഗോൺ കംപ്ലീറ്റ്ലി മ്യൂട്ട്, പൂർണ്ണമായിട്ടും മ്യൂട്ട് ബട്ടൺ കണ്ടിട്ടില്ലേ? മ്യൂട്ട്, നിശബ്ദമായിട്ടുണ്ട്. എല്ലാവരും ആകാംക്ഷഭരിതമായിട്ട് മുൾമുനയിൽ എന്താ പറയുക, വായും പൊളിച്ച് പിടിച്ച് ഇങ്ങനെ നോക്കിക്കത് എന്താ സംഭവം, എപ്പോഴത് തീരെ, എന്താ അതിങ്ങനെ എന്നൊക്കെ. ദ റഫറി വാസ് സ്റ്റണ്ട്. റഫറി വരെ എന്തായിപ്പോയി? നെട്ടിപ്പോയി. ബൈ ദെയർ സാവേജറി. ഇവരുടെ സാവേജറി, കാടത്തം കണ്ടിട്ട്. കാടത്തം എന്ന് പറഞ്ഞാൽ ഈ പരുക്കനായ ഇങ്ങനെ ഒരു പിന്നെ റെസ്പെക്റ്റും കൊടുക്കാതെ, ഒരു പിന്നെ നിയമവും പാലിക്കാതെ എതിരാളിയെ ഇങ്ങനെ അടിച്ച് തള്ളിയിടുന്ന ഈ കാടത്തപരമായ ഫൈറ്റ് കണ്ടപ്പം റെഫറി വരെ നെട്ടിപ്പോയി. ബോങ് ബോങ് ബോങ്. ദ ബെൽ സൗണ്ടഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബോങ് ബോങ് ബോങ്, മൂന്നാമത്തെ റൗണ്ടിൻ്റെ ബെല്ലടിച്ചു. ബെൽ സൗണ്ടഡ്, ബെൽ ശബ്ദിച്ചു. ഓവർ ആൻഡ് ഓവർ അഗെയിൻ, വീണ്ടും വീണ്ടും ഇങ്ങനെ ശബ്ദിക്കുന്നുണ്ട്. കളി കഴിഞ്ഞു, കളി അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഫെലിക്സ് ആൻഡ് അന്റോണിയോ വർ പാസ്റ്റ് ഹിയറിങ്. ഇവർ അത് കേട്ടില്ല. പാസ്റ്റ് ഹിയറിങ്, അവരാ കേൾവിയെ കടന്നുപോയി. എന്ന് പറഞ്ഞാൽ അവരത് കേൾക്കാതെ ഇടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഇവർക്ക് ആരെങ്കിലും ഒരാൾ താഴെ വീഴണം, അല്ലെങ്കിൽ ഇവർ വിടുന്നില്ല. അടിയോടടി. കളി കഴിഞ്ഞു, ബെല്ലടിച്ചു. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നില്ല? ഇവരടി നിർത്തുന്നില്ല. Their blows continued to pound on each other like hailstones. Their blows, അവരുടെ ഇടി, continued, തുടർന്നു, ഏതുപോലെ, to pound on each others like hailstone. രണ്ട് പേരുടെയും തലയിൽ ആലിപ്പഴം വീഴുന്ന പോലെ ഇങ്ങനെ പൗണ്ട് ചെയ്യാൻ, വന്ന് വീഴാൻ തുടങ്ങി. ഈ അടികൾ വന്ന് രണ്ട് പേരുടെ തലയിൽ ഇങ്ങനെ ടപ്പേന്ന് പറഞ്ഞ് ഇടിക്കാൻ തുടങ്ങി. ഫൈനലി ദ റഫറി ആൻഡ് ദ ടു ട്രെയിനേഴ്സ് പ്രൈഡ് ഫെലിക്സ് ആൻഡ് അന്റോണിയോ അപ്പാർട്ട്. അങ്ങനെ ഫൈനലി അവസാനം ദ റഫറി, നമ്മുടെ റഫറിയും അതുപോലെ ദ ടു ട്രെയിനേഴ്സ്, മറ്റു രണ്ട് ട്രെയിനർമാരും പ്രൈഡ് എന്ന് പറഞ്ഞാൽ മൂവ് അസൈഡ്, സൈഡിലേക്ക് മാറ്റി ഫെലിക്സ് ആൻഡ് അന്റോണിയോ അപ്പാർട്ട്. രണ്ട് പേരെയും പരസ്പരം രണ്ട് സൈഡിലേക്ക് പിടിച്ച് വലിച്ച് മാറ്റിവെച്ചു. ഇവരെ അടി നിർത്തുന്നില്ല. കോൾഡ് വാട്ടർ വാസ് poured ഓവർ ദം ടു ബ്രിങ് ദം ബാക്ക് ടു ദെയർ സെൻസസ്. ഇപ്പോൾ രണ്ടാളും കിളി പോയിരിക്കുകയാണ്. ഇതെന്താ അവസ്ഥ, എവിടെയാണ് ഇവരുള്ളതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനല്ല. അതുകൊണ്ട് കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം, വാസ് poured, ഒഴിച്ചു, ഓവർ ദം, അവർക്ക് മേലെ, ടു ബ്രിങ് ദം ബാക്ക് ടു ദെയർ സെൻസസ്, അവരവരുടെ ബോധം, സെൻസ് എന്ന് പറഞ്ഞാൽ ബോധം, ടു ബ്രിങ് കൊണ്ടുവരാൻ, ബാക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ടു ദെയർ സെൻസസ് അവരുടെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവരുടെ തലയിലൂടെ കുറേ തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങി. ദ ലുക്ക്ഡ് അറൗണ്ട്. അപ്പോൾ ഇവർ ചുറ്റും നോക്കുക, തലയിലൂടെ നല്ല വെള്ളം, തണുത്ത വെള്ളം വന്നപ്പോൾ കുറച്ച് ബോധം വരുമ്പം ദ ലുക്ക്ഡ് അറൗണ്ട്, അവർ ചുറ്റും നോക്കി. ആൻഡ് ദെൻ റെസ്റ്റ് ടുവാർഡ് ഈച്ച് അതർ. ചുറ്റും നോക്കിയപ്പോൾ അവർക്ക് ബോധം വന്നു, ശരിയാണല്ലോ, നമ്മൾ ഫൈറ്റിലാണല്ലോ, വീണ്ടും എണീറ്റു എന്ന് രണ്ടാളും പരസ്പരം ഓടിയെടുത്തു. പൊട്ടന്മാർ അല്ലേ. എന്നിട്ട് എന്താ ഉണ്ടായതെന്നറിയോ? എന്നിട്ട് എ ക്രൈ ഓഫ് അലാം സർജ്ഡ് ത്രൂ ടോംകിൻ സ്ക്വയർ പാർക്ക്. ഈ രണ്ടാളുകൾ വീണ്ടും ഭ്രാന്തമായി ഓടിയെടുത്തപ്പോൾ എ ക്രൈ ഓഫ് അലാം, ഒരു അപായ കരച്ചിൽ, സർജ്ഡ് അലയടിച്ചു, ത്രൂ ടോംകിൻ സ്ക്വയർ പാർക്ക്. ടോംകിൻ സ്ക്വയർ പാർക്കിലൂടെ ഒരു അപായ കരച്ചിൽ ഇങ്ങനെ വരാൻ പറഞ്ഞ ആളുകൾ പേടിച്ച് കരഞ്ഞു. വാസ് ദിസ് എ ഫൈറ്റ് ടു ദ ഡെത്ത് ഇൻസ്റ്റെഡ് ഓഫ് ബോക്സിംഗ് മാച്ച്? ഒരു സംശയം ഉയർന്നു അവിടെ. വാസ് ദിസ് എ ഫൈറ്റ് ടു ദ ഡെത്ത്? ഇത് മരിക്കുന്നത് വരെയുള്ള ഫൈറ്റാണോ? ഇൻസ്റ്റെഡ് ഓഫ്, ഏതിന് പകരമായിട്ട്? ബോക്സിംഗ് മാച്ച്,
ഒരു ബോക്സിംഗ് മാച്ചിന് പകരം ഇത് മരിക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യുന്ന മത്സരമാണോ എന്ന് ആളുകൾ ശങ്കിച്ചു പോയി. കാരണം കളി കഴിഞ്ഞ് മാറ്റി വെച്ച് ആരും താഴെ വീണിട്ടില്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ബോധം തിരിച്ചു കിട്ടിയപ്പം, അതായത് സ്വബോധം തിരിച്ചു കിട്ടിയപ്പം രണ്ടുപേരും വീണ്ടും പരസ്പരം ഓടിയെടുക്കുന്നു. അങ്ങനെ ദ ഫിയർ സൂൺ ഗെയ്വ് വേ ടു വേവ് അപ്പോൺ വേവ് ഓഫ് ചിയറിങ്. അങ്ങനെ ആ ഭയം, ആ പേടി, ഇവരാരെങ്കിലും മരിക്കോ എന്നൊക്കെയുള്ള പേടി സൂൺ ഉടനെ ഗെയ്വ് വേ വഴിമാറിക്കൊടുത്തു ടു ദ വേവ് അപ്പോൺ വേവ് ഓഫ് ചിയറിങ്. വേവ് എന്ന് പറഞ്ഞാൽ അലയടിക്കുക എന്നാണ്. വേവ് അപ്പോൺ വേവ് ഓഫ് ചിയറിങ്ങിൻ്റെ അലയടിക്ക് വഴിമാറിക്കൊടുത്തു. ചിയറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈയടിച്ച് ആവേശം ഉണ്ടാക്കുന്ന ചിയർ ഗേൾസ് കേട്ടിട്ടില്ലേ, ചിയർ. അപ്പോൾ ഇങ്ങനെ ചിയറിങ്ങിന് ഈ ഒരു പേടി വൈകാതെ ചിയറിങ്ങിൻ്റെ അലയടികൾക്ക് വഴിമാറി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ പിന്നെ കൈയടിച്ച് ചിയർ ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന്. എന്താണെന്നറിയില്ല. ആസ് ദ ടു അമിഗോസ് എംബ്രേസ്ഡ്. എപ്പോഴാ ദ ടു അമിഗോസ്, ഈ രണ്ട് അമിഗോ ബ്രദേഴ്സ് എംബ്രേസ്ഡ്, അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചപ്പോൾ അപ്പോൾ ഒരു ഓടിയടുത്ത് ആളുകളൊക്കെ ആകെ പേടിച്ചു. ചെങ്ങായിമാരെന്താ മരിക്കാൻ പോവാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഓടി ചെന്നിട്ട് എന്ത് ചെയ്തു, ഇവർ കെട്ടിപ്പിടിച്ചതോടുകൂടി ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ അവരുടെയൊക്കെ ആശങ്ക മാറി. അവിടെയൊക്കെ ഭയങ്കരമായ കരഘോഷം ഉണ്ടാവാൻ തുടങ്ങി. നോ മാറ്റർ വാട്ട് ദ ഡിസിഷൻ. റഫറിയുടെ തീരുമാനം എന്ത് എന്നതൊരു പ്രശ്നമല്ല. ദേ ന്യൂ ദേ വുഡ് ഹാവ് ആൾവേസ് ബി ചാമ്പ്യൻസ് ടു ഈച്ച് അതർ. ദേ ന്യൂ, അവർക്കറിയാം. റഫറി എന്തെങ്കിലും തീരുമാനിച്ചോട്ടെ, റഫറി ആർക്കെങ്കിലും ഫസ്റ്റ് കൊടുത്തോട്ടെ, പക്ഷെ അവർക്കറിയാം ദേ വുഡ് ആൾവേസ് ബി ചാമ്പ്യൻസ് ടു ഈച്ച് അതർ. അവർ പരസ്പരം ചാമ്പ്യൻസ് ആണ് എന്ന് അവർക്ക് ഉണ്ടാവർക്കറിയാം. അതായത് അന്റോണിയുടെ മനസ്സിൽ അന്റോണിയോ ചാമ്പ്യൻ, ഫെലിക്സിൻ്റെ മനസ്സിൽ ഫെലിക്സ് ചാമ്പ്യൻ. ഇനി റഫറി ആർക്കെങ്കിലും ഫസ്റ്റ് കൊടുത്തോട്ടെ, നോ പ്രോബ്ലം. അവർ പരസ്പരം എന്ത് ചെയ്തു, ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ആശ്വസിച്ചു. ബോങ് ബോങ് ബോങ്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. വീണ്ടും ഒരു ബെല്ലടി. എന്നിട്ടൊരു അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ. കണ്ടില്ലേ, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് അനൗൺസ്മെൻറ്റ്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ദ വിന്നർ ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ് ടു ദ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റ് ഓഫ് ചാമ്പ്യൻസ് ഈസ്, പിന്നെ അവിടെ ഡാഷാണ്, ബാക്കി പറഞ്ഞിട്ടില്ല. ദ വിന്നർ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്, വിജയിയും അതുപോലെ പ്രതിനിധീകരിക്കുന്നത് ടു ദ ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻ ടൂർണമെൻറ്റ് ഓഫ് ചാമ്പ്യൻസിൻ്റെ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ വിജയ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. ദ അനൗൺസർ ടേൺ ടു പോയിന്റ് ടു ദ വിന്നർ. വിജയിയെ കാണിക്കാൻ വേണ്ടി അനൗൺസർ തിരിഞ്ഞു, ടു പോയിന്റ് ചൂണ്ടിക്കാണിക്കാൻ, ദ വിന്നറെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അനൗൺസർ വിജയ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങ് തിരിഞ്ഞ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആൻഡ് ഫൗണ്ട് ഹിംസെൽഫ് അലോൺ. അങ്ങനെ ചൂണ്ടി നോക്കുമ്പം ഹി ഫൗണ്ട് ഹിംസെൽഫ് അലോൺ, അയാൾ മാത്രമേ ഉള്ളൂ അവിടെ സ്റ്റേജിൽ. വിജയ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. ആമിനാം, കൈകൾ കോർത്തുകൊണ്ട്. ദ ചാമ്പ്യൻസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ റിങ്. ഈ ചാമ്പ്യന്മാരായ ഇവർ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ റിങ്. ആദ്യമേ എന്തായിട്ടുണ്ട്, റിങ് വിട്ട് പോയിട്ടുണ്ട്. അവർക്ക് ഇനി എന്തറിയേണ്ട ആവശ്യമില്ല. ഇനി ആരാണ് വിജയ്, ഏതാണ് വിജയ് എന്നൊന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്തു, കൈകൾ പരസ്പരം കോർത്തുകൊണ്ട് വാടാ നമുക്ക് പോവാം, ഓലെന്തെങ്കിലും തീരുമാനിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, കൈ കോർത്ത് പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. നിങ്ങളിതിൽ അറിയാത്ത മീനിങ്ങുകളൊക്കെ എഴുതിയെടുക്കേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതിൻ്റെ ഫോളോ അപ്പ് ആക്ടിവിറ്റിയാണ് ഏറ്റവും അവസാനത്തെ ഇന്നത്തെ ഫോളോ അപ്പ് ആക്ടിവിറ്റി. സോറി, 1 second, give me a few seconds. Okay, ഫോളോ അപ്പ് ആക്ടിവിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 10, 10ാമത്തെ ചോദ്യം. ദ അമിഗോ ബ്രദേഴ്സ് റെസ്റ്റഡ് ഈച്ച് അതർ ആഫ്റ്റർ ദ ഫൈനൽ ബൗട്ട്. നമ്മുടെ അമിഗോ ബ്രദേഴ്സ് റെസ്റ്റ് ഓടിയെടുത്തു അറ്റ് ഈച്ച് അതർ, പരസ്പരം ഓടിയെടുത്തു ആഫ്റ്റർ ദ ഫൈനൽ ബൗട്ട്, ഈ അവസാനത്തെ ഫൈറ്റ് കഴിഞ്ഞപ്പോൾ അവർ ഓടിയെടുത്തു. വൈ, എന്തുകൊണ്ടാണ്? വാട്ട് ഡസ് ദിസ് ടെൽ us അബൌട്ട് ദെയർ റിലേഷൻഷിപ്പ്. ഇത് ഇവരുടെ ബന്ധത്തെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മോട് എന്താണ് പറയുന്നത്?
ഇതാണ് ഇന്നത്തെ ഫോളോ അപ്പ് ആക്ടിവിറ്റി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഓടിയെടുത്തത്? ഈ ഓടിയെടുക്കൽ അവരുടെ ബന്ധത്തെക്കുറിച്ച് നമ്മോട് എന്ത് പറയുന്നു? ഇത് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ താങ്ക് യു.